ഹായ് എവരിവൺ. നമ്മൾ ഒരുപാട് ക്രീംസ് ഉപയോഗിക്കുന്നവരാണല്ലേ. ഫേസിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ക്രീംസിൽ സ്റ്റിറോയിഡ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്റ്റിറോയിഡ് ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഒന്ന്, അതിന്റെ പേര് നോക്കുക. കണ്ടൻജർ, ക്ലോബെറ്റസോൺ, ബീറ്റമെത്തസോൺ, ബെക്ലോമെത്തസോൺ, മൊമെറ്റസോൺ, ഫ്ലൂട്ടിക്കസോൺ എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റിറോയിഡ് ആണ് ഡെഫിനറ്റ്ലി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഈ സ്റ്റിറോയിഡ് തേച്ചാലുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? സ്റ്റിറോയിഡ് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഫെയർ ആവുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഫെയർ ആവുന്നതല്ല, നമ്മുടെ സ്കിൻ തിൻഡ് ഔട്ട് ആവുകയാണ്. തിൻഡ് ഔട്ട് ആയി കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കുരുക്കൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലർക്ക് അത് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ കുരുക്കൾ വരാറുണ്ട്. പക്ഷെ ചിലർക്ക് അത് നിർത്താൻ പറ്റാറില്ല. നിർത്തി കഴിയുമ്പോഴാണ് പലരും ഭയങ്കരമായിട്ട് കുരുക്കൾ വരുന്നു എന്ന് കംപ്ലൈന്റ് പറയാറ്. പിന്നെ ചിലർക്ക് പാടുകൾ വരാറുണ്ട്. ചിലർക്ക് സ്കിൻ തിൻഡ് ഔട്ട് ആവുന്നതിന്റെ കൂടെ തന്നെ അതുവഴി നമ്മുടെ ബ്ലഡ് വെസൽസ് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റാറുണ്ട്, നമ്മുടെ കാപ്പിലറീസ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ടെലങ്ക്റ്റീസിയ. അപ്പോ ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് എല്ലാം സ്റ്റിറോയിഡ് തേക്കുന്നത് വഴി ഉണ്ടാവാറുണ്ട്. പക്ഷെ പലരും അത് തിരിച്ചറിയാറില്ല. അപ്പൊ അതുകൊണ്ട് ബി കെയർഫുൾ വെൻ യു സിലക്ട് എ ക്രീം. ഇനി നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. തനിയെ പോയി ഒരു ക്രീം വാങ്ങി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അപ്ലൈ ചെയ്യാതിരിക്കുക. സോ യുവർ സ്കിൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. താങ്ക് യു.